സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബാലൻ കടയിൽ വന്നിട്ട് ഹരിയുടെ അടുത്ത് സംസാരിക്കണില്ല. എല്ലാ ഭാരങ്ങളും ഹരിയെ ഏൽപ്പിക്കുകയാണ്. കടൻ്റെ താക്കോലും ഹരിയെ ഏൽപ്പിച്ചിട്ട് ഹരി എന്താണെന്നറിയില്ല, എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു തുമ്മലും ശ്വാസം മുട്ടുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു. ഞാൻ എന്തായാലും ഒരാഴ്ച ലീവ് എടുക്കാൻ പോകണമെങ്കിൽ കടയിലേക്ക് വരുന്നില്ല ഒരാഴ്ചയ്ക്ക്. നീ എല്ലാം നല്ലതുപോലെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ശത്രുവിൻ്റെ അടുത്തും പറയുന്നുണ്ട്. എന്നിട്ട് ഹരിനെ പിടിച്ച് ആ സീറ്റിൽ ഇരുത്തിയിട്ട് കണക്കും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഹരി അച്ഛനെയും അമ്മേനെയൊക്കെ ഫോട്ടോ നോക്കിയിട്ട് അവരെ നല്ലപോലെ നോക്കി മനസ്സ് ഫുൾ വിങ്ങുന്നുണ്ട് കേട്ടോ. ബാലനൊന്നും പറയാനും പറ്റുന്നില്ലല്ലോ. ഇങ്ങനെ ഞാൻ എന്നേക്കുമായി പോവുകയാണെന്ന് അനിയൻ്റെ അടുത്ത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ആയത് കാരണം അങ്ങനെ മനസ്സ് വിങ്ങലോടുകൂടിയായി കടയിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. പോയി കഴിഞ്ഞ് ഫ്രണ്ടിൽ പോയി നിന്ന് ഒരു തിരിഞ്ഞു നോട്ടമുണ്ട്. ആ നോട്ടത്തിലെല്ലാം ഉണ്ട്, ഇനി ഞാൻ ഇങ്ങോട്ട് തിരിച്ചില്ല, ഞാൻ മരണത്തിലേക്ക് പോവുകയാണെന്നുള്ള ആ ഒരു ചിന്താഗതി തന്നെയാണ് നമ്മുടെ ബാലൻ കടയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നേരെ പിന്നെ പോകുന്നത് നമ്മുടെ ബാലൻ ശിവൻ്റെ ഹോട്ടലിലേക്കാണ്, ഊട്ടുപുരയിലേക്കാണ്. അവിടെയാണെങ്കിൽ ഉച്ച സമയമായത് കാരണം നല്ല തിരക്കാണ്. ഫുഡ് കഴിക്കാൻ കുറേ പേര് വരുന്നുണ്ട്, കുറേ പേര് പോകുന്നുണ്ട്, നല്ല തിരക്കാണ്. അപ്പോൾ ബാലനെ കണ്ടതും ശിവന് നല്ല സന്തോഷവും. ഏട്ടാ വരൂ, ഉള്ളിലേക്ക് വരൂ കൊണ്ട് പറയണേ. ശിവ, ഞാൻ നിൻ്റെ കട എങ്ങനെ പോകുന്നു എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്, നല്ല തിരക്കുണ്ടല്ലേ, എനിക്കെന്തായാലും നല്ല സന്തോഷമായി പറയണം. ആ ഏട്ടാ, ഉച്ച സമയത്ത് ഫുഡ് കഴിക്കാനായിട്ട് കുറേ പേര് വരും, അതിൻ്റെ ഒരു തിരക്കാണെന്ന് പറയണം. അപ്പോൾ എനിക്ക് നിൻ്റെ കൈ കൊണ്ട് ഇത്തിരി ചോറ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ശിവ പറയാം. അതിനെന്താണ് ശിവേട്ട, ഞാൻ വിളമ്പിത്തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുഡെല്ലാം വിളമ്പി കൊടുക്കണം. കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, ശിവ, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഗൾഫിലാണ് അവൻ അവിടെ പോയി കല്യാണം കഴിച്ചിട്ടില്ല. അവൻ്റെ അനിയന്മാർക്കും അനിയന്മാരുടെ ഭാര്യമാർക്കും കുട്ടികൾക്കും വേണ്ടി അവൻ ഒരുപാട് വർഷങ്ങൾ സമ്പാദിച്ച്, ഒരുപാട് വർഷം അവിടെ നിന്ന് സമ്പാദിച്ച പൈസകളെല്ലാം അയച്ചു കൊടുത്തു. അവൻ അവസാനം ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു, നാട്ടിൽ വന്നു, അനിയന്മാരുടെ അടുത്ത് വന്നപ്പോൾ അനിയന്മാർക്ക് വേണ്ട, അനിയന്മാരുടെ മക്കൾക്ക് ഇഷ്ടമാവുന്നില്ല, ആർക്കും വേണ്ട, അവസാനം അവൻ അനാഥനായി എന്നുകൊണ്ട് പറയണം. അപ്പോൾ ബാലേട്ടനോട് ശിവൻ പറയണം, ബാലേട്ട, ഇങ്ങനൊരു അവസ്ഥ എന്താണെങ്കിലും ഞാൻ ബാലേട്ടനിക്കും ദേവീജിക്കും വരാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് നല്ല സന്തോഷത്തോടുകൂടിയും ദേഷ്യത്തോടു കൂടിയും സ്നേഹം പ്രകടിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ ശിവൻ. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, ശിവ, എനിക്കറിയാം നീ പറയുന്നത്, നീ എങ്ങനെയാണ് പറയുന്നത്, എന്ത് മനസ്സിൽ വെച്ചിട്ടാണ് പറയുന്നതെന്ന് എനിക്ക് നല്ല മനസ്സിലായി ശിവ, എനിക്ക് സന്ദേശമുള്ളൂ, നീ അങ്ങനെ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാമെന്ന് ബാലൻ പറയുകയാണ്. അങ്ങനെ സന്തോഷത്തോടെ ബാലൻ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് കൈയെല്ലാം കഴുകി പോവുകയാണ് കേട്ടോ. അവസാനത്തെ ഭക്ഷണം ശിവൻ്റെ കയ്യിൽ നിന്നാണ് നമ്മുടെ ബാലൻ കഴിക്കുന്നത്. അപ്പോൾ പിന്നീട് നമ്മുടെ കാണിക്കുന്നത് ദേവീച്ചിയാണ്. ദേവി ഇങ്ങനെ അലമാരയുടെ ഡോറ് തുറന്ന് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ദേവൂട്ടിയുടെ പട്ടുപ്പാവാടയും അതേപോലെ പോളിയോ കാർഡിൻ്റെ ലിസ്റ്റുമാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇതിനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം, ഞങ്ങളിവിടെ ഇല്ലല്ലോ, ഇതെന്തായാലും അപ്പൂനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് അപ്പൂൻ്റെ റൂമിലോട്ട് പോവുകയാണ്. അവിടെ പോകുമ്പോൾ ദേവൂട്ടി നല്ല ഉറക്കമായിരിക്കും, അപ്പൂനെ അവിടെ കാണില്ല. അപ്പോൾ ദേവി ഒരു കാര്യം ചെയ്യും, ഈ പട്ടുപ്പാവാടയും പോളിയോ കാർഡും ടേബിളിൻ്റെ മേലെ കൊണ്ടുപോയി വെച്ചിട്ട് ദേവൂട്ടിനെ കണ്ട് സങ്കടത്തോടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്, മനസ്സ് വിങ്ങുന്നുണ്ട്. അപ്പോൾ അടുത്ത് പോയി ഇരുന്ന് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ദേവൂട്ടിനെ ഇങ്ങനെയും നോക്കിക്കൊണ്ടിരിക്കണം. ആ സമയത്താണ് അപ്പു അവിടേക്ക് കയറി വരുന്നത്. എന്താ ദേവിച്ചി ഈ റൂമിൽ കാണിക്കുന്നത്, നിങ്ങൾ ബാലേട്ടൻ പറഞ്ഞതെല്ലാം നിങ്ങൾ മറന്നോ, എന്താ നിങ്ങൾ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ദേവിൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിക്കുകയാണ് അപ്പു. അപ്പോൾ ദേവി പറയുന്നുണ്ട്, സോറി അപ്പോ, ഞാൻ ദേവൂട്ടിനെ കണ്ടപ്പോൾ അറിയാതെ ഇരുന്ന് പോയതാണ്, സോറി, ഇനി ഞാൻ ചെയ്യില്ല എന്ന് കൊണ്ട് പറയണേ. നിങ്ങൾ എന്തിനാണ് ഈ റൂമിലോട്ട് വന്നതെന്ന് ചോദിക്കണം. അപ്പോൾ ദേവി ആ ടേബിളിൽ നിന്ന് പട്ടുപാവാടയും പോളിയോ കാർഡും എടുത്തിട്ട് അപ്പൂൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇത് ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്, വന്നപ്പോൾ നിന്നെ കണ്ടില്ല, അങ്ങനെ അറിയാതെ ഇവിടെ ഇരുന്ന് പോയതാണ് പറയണത്. അപ്പോൾ ഒന്ന് താഴ്മയോടെ സംസാരിച്ചൊന്ന് സോറി പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞതെല്ലാം ഈ പറഞ്ഞതെല്ലാം ഞാൻ തെറ്റാണ് ദേവീച്ചി എന്നൊരു മാപ്പ് പറഞ്ഞാൽ മതി. പക്ഷേ അപ്പു അവിടെ അത് ചെയ്യുന്നില്ല. അമരാവതിയിലെ തമ്പിയുടെ മോളാണെന്ന് വീണ്ടും നമ്മുടെ അപ്പു തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം ആയതിനു ശേഷം ദേവിയും ബാലനും കൂടെ പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാരങ്ങളും എല്ലാവരെയും ഏൽപ്പിച്ചു, അവരുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, ശൂന്യമാണ്. അപ്പോൾ അവർ രണ്ടുപേരും സാന്ത്വന വീട്ടിൻ്റെ പടിയിറങ്ങാൻ തയ്യാറായി കഴിഞ്ഞു. ദേവിയാണെങ്കിൽ അപ്പൂൻ്റെ റൂമിൽ നിന്ന് വന്നതിന് ശേഷം കൃഷ്ണനോട് പോയിട്ട്, കൃഷ്ണ ഭഗവാനെ, ഈ ദേവൂട്ടിയെയും ഈ വീട്ടിലെല്ലാവരെയും നീ രക്ഷിക്കണേ, ഒരു ആപത്തും അവർക്ക് വരുത്താതെ എല്ലാം നല്ല രീതിയിൽ നടക്കണേന്നെല്ലാം പറയണേ. കണ്ണനാണെങ്കിൽ പറഞ്ഞ 10 ദിവസം കറക്റ്റ് തികയാൻ വേണ്ടി പോവുകയാണ്. ആ 10 ദിവസം ആകുമ്പോഴാണ് നമ്മുടെ ദേവിയും ബാലനും കൂടെ സാന്ത്വന വീടിൻ്റെ പടിയിറങ്ങുന്നത്. അങ്ങനെയാണ് സാന്ത്വന വീട് അവസാനിക്കാൻ പോകുന്നതിലെ ആ കഥാപാത്രം അവിടെ തീരുകയാണ്. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ദേവിയെയും ബാലനെയും കാണില്ല. അവരവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അവർ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, ആത്മഹത്യക്ക് തന്നെയാണ് അവർ പോകുന്നത്, തീർത്ഥാടനത്തിനൊന്നുമല്ല കേട്ടോ.
അങ്ങനെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ബാലനെയും ദേവിയെയും കാണാനില്ല. ശിവനും അഞ്ജുവും ഹരിയും വീട് ഫുൾ അരിച്ചു പെറുക്കും, പക്ഷെ അവിടെ എങ്ങുമില്ല. അവർ രണ്ടുപേരും പോയില്ലേ. രാത്രി എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ വീട്ടിൽ നിന്ന് പോയത് ആത്മഹത്യക്കാണ്. ഇവർ ഈ കാര്യങ്ങളെല്ലാം ഊഹിച്ചെടുത്തു. രാവിലെ മുതൽ ബാലൻ ചെയ്തതും ദേവി ചെയ്ത കാര്യങ്ങളെല്ലാം ഊഹിച്ചെടുത്ത് അവർക്ക് മനസ്സിലായി അവർ ആത്മഹത്യക്ക് പോയതാണ്. ഇനി അവർ ഞങ്ങളുടെ വീട്ടിലേക്ക്, അതായത് സാന്ത്വനം വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ അലമുറയിട്ട് കരയാനായിട്ട് തുടങ്ങി. പിന്നീട് സാന്ത്വന വീട് കാത്തിരിക്കുന്നത് ചേതനയറ്റ ബാലൻ്റെയും ദേവിയുടെയും ശരീരത്തെ വരവേൽക്കാനാണ്. അവരുടെ മൃതദേഹമാണ് പിന്നെ ആ വീട്ടിലേക്ക് വരുന്നത്. ഇങ്ങനെയാണ് സാന്ത്വനം വീടിൻ്റെ അവസാനം.